2020 നമ്മളെ വിട്ട് ഒരുപാട് താരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ വിട്ടുപിരിഞ്ഞുവെങ്കിലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത വലിയ ഒരു വിയോഗം സംഭവിച്ചിരുന്നു. നടൻ അനിൽ മുരളി അന്തരിച്ചു. ജൂലൈ 30 മലയാള സിനിമാ പ്രേക്ഷകരെയും താരങ്ങളെയും സംബന്ധിച്ച് അങ്ങനെ അതൊരു ദുഃഖ ദിവസമായി മാറി. എന്നാൽ 6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ ഓർത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ച താരമാണ് നടി ശ്വേത മേനോൻ. ശ്വേതയും അനിലും തമ്മിൽ ഇത്ര അടുത്ത ബന്ധമായിരുന്നുവെന്നും സാഹോദര്യ ബന്ധമായിരുന്നുവെന്നും പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു. ശ്വേത ഇപ്പോൾ അനിൽ ചേട്ടാ നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ശ്വേതയും നടൻ അനിൽ മുരളിയും തമ്മിൽ ഇത്രയും അധികം അടുപ്പമുണ്ടായിരുന്നുവെന്ന് പലരും അറിഞ്ഞത്. 6 വർഷമായി നിങ്ങൾ ഞങ്ങളെ വിട്ട് പോയിട്ടനി ചേട്ടാ. നിങ്ങൾ ഈ ലോകത്തിന് ഒരു ആക്ടറാണ്, പക്ഷേ എനിക്ക് നിങ്ങൾ എൻ്റെ ഒരു വല്യേട്ടനെ പോലെയാണ്. ഓരോ ദിവസവും ഞാൻ നിങ്ങളെ മിസ് ചെയ്യും. ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയില്ലെങ്കിൽ പിന്നെ എന്നാണ് ഞാൻ എഴുതുക? തമ്പാൻ മുതൽ കുര്യൻ വരെ അനിൽ മുരളിയുടെ ശ്രദ്ധേയമായ വേഷങ്ങൾ അന്ന് എല്ലാവരും മാറി മറിഞ്ഞ് കണ്ടിരുന്നു. ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയിൽ വേഷം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വിട്ട കാര്യത്തെക്കുറിച്ച് അനിൽ ഒരിക്കൽ തുറന്നു പറഞ്ഞതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവം പലപ്പോഴായി തന്നെ എല്ലാവരും മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്നെ പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. 200-ലേറെ സിനിമകളിൽ സഹനടനായും വില്ലനായും തിളങ്ങിയ നടൻ കൂടിയാണ് മരണമടഞ്ഞത് എന്ന് 2020 ജൂലൈയിൽ ആർക്കും വിശ്വസിക്കാനായിട്ടില്ല. അങ്ങനെ തന്നെയായിരുന്നു നടൻ അനിൽ മുരളി. മിനി സ്ക്രീനിലൂടെയാണ് അദ്ദേഹം അഭിനയത്തിലേക്ക് എത്തിയത്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ദൈവത്തിൻ്റെ വികൃതികൾ ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട വേഷം ലഭിച്ചതോടെ അനിലിന് സിനിമാ ലോകത്ത് ശ്രദ്ധേയ വേഷങ്ങൾ ലഭിച്ചു തുടങ്ങി. വാൽക്കണ്ണാടി എന്ന കലാഭവൻ മണി ചിത്രത്തിൽ തമ്പാൻ എന്ന വില്ലാൻ കഥാപാത്രമാണ് മലയാള സിനിമാ ലോകത്ത് എണ്ണം പറഞ്ഞ വില്ലന്മാരുടെ കൂട്ടത്തിൽ അനിലെ എത്തിച്ചത് എന്നുകൂടി പറയാം. പിന്നീട് ഇവർ അമ്മക്കിളിക്കൂട്, നേരറിയാൻ CBI, ചാന്തുപൊട്ട്, ക്ലാസ്മേറ്റ്സ്, ലയൺ, പ്രജാപതി, ബൽറാം വേഴ്സസ് താരാദാസ്, മഹാസമുദ്രം, ബാബ കല്യാണി, ജൂലൈ 4, അണ്ണൻ തമ്പി, ലോലിപോപ്പ്, 2020, കേരള കഫേ, റോബിൻഹുഡ്, പുതിയ മുഖം, പോക്കിയ രാജ, താന്തോന്നി, ബോഡി ഗാർഡ്, നായകൻ, സിറ്റി ഓഫ് ഗോഡ്, വെള്ളരിപ്രാവിന്റെ ചങ്ങാതി, തിരുവമ്പാടി തമ്പാൻ, ഹീറോ, താപ്പാന, അയാളും ഞാനും തമ്മിൽ, റൺ ബേബി റൺ, ചേട്ടായിസ്, കർമ്മയോധ, ആമീൻ, വിശുദ്ധൻ, ഇമാനുവൽ, ഇയോബിന്റെ പുസ്തകം, രാമലീല, ജോസഫ്, ഉയരെ, ബ്രദേഴ്സ് ഡേ, മൂന്നാം പ്രളയം, ഫോറൻസിക് തുടങ്ങി നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിലും ഒട്ടനവധി നല്ല കഥാപാത്രങ്ങളിലും മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നൊരു നടൻ കൂടിയായിരുന്നു. ശ്വേതയുമായി ഇത്രയും അധികം അടുപ്പമുണ്ടായിരുന്നുവെന്നും സാഹോദര്യ ബന്ധം തന്നെയായിരുന്നു ഇവർ തമ്മിലെന്ന് പലർക്കും അറിയാതെ പോയി എന്നാണ് ഇപ്പോൾ ശ്വേതയുടെ പോസ്റ്റ് കാണുമ്പോൾ പോലും പലരും പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.